OT പിന്നെ എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന് ഒരു കത്തെഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ഈ സമയത്ത്. എൻ്റെ കൈ കുറച്ച് സ്വർണം ബാക്കിയുണ്ട്, ശബരിമലയിലെ സ്വർണം കുറച്ച് ബാക്കിയുണ്ട്. OTയുടെ ആ സ്വർണ്ണത്തിൻ്റെ പങ്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡൂടെ പറ്റിയിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പണ്ട് ഗുരുവായൂരപ്പൻ ഓടിയതുപോലെ അല്ലേ, അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ നമ്മൾ? ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള ഭണ്ഡാരത്തിൽ നിന്ന് കുട്ടികൾ, അന്ന് ഞാൻ പണ്ട് കേട്ടൊരു കഥയാണത്, സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ₹1 അവിടെ നിന്ന് എടുത്തവരാ കുട്ടികൾ. എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ അവിടെ നിന്ന് പുറത്തുനിന്ന് പോയിട്ട് കപ്പലണ്ടി വാങ്ങിക്കണം. കപ്പലണ്ടി വാങ്ങിച്ച് തിന്നാനുള്ള കൊതി കൊണ്ട് മേടിച്ചു. അവരതിനകത്ത് നിന്ന് അന്ന് 20 പൈസ മറ്റുമാണ് ഒരു കപ്പലണ്ടിക്ക്, ഒരു പാക്കറ്റ് കപ്പലണ്ടിക്ക് എന്നാണ് പറയുന്നത്. അവരത് വാങ്ങിച്ചപ്പോൾ 4 കുട്ടികളാണ് പോയത്. അപ്പോൾ 4 കുട്ടികൾ ചേർന്നപ്പോൾ 5 പാക്കറ്റ് കപ്പലണ്ടി കിട്ടിയവർക്ക്. അവരെന്ത് ചെയ്തു? ഇവർ 4 പേര് ഓരോ കവർ വീതം എടുത്തു. ഒരെണ്ണം ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അയ്യപ്പൻ്റെ ഗുരുവായൂരപ്പൻ്റെ വസ്തു എടുത്താലോ, രൂപ എടുത്താലോ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നടയിൽ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പനെ നടയിൽ കൊണ്ട് വെച്ചു. പക്ഷേ കുട്ടികളെ പിടിച്ചവർ, അവരെ കുട്ടികളെ പിടിച്ചിട്ട് ചെറിയ കുട്ടികൾ അതുകൊണ്ട് കാര്യം അവരോട് പറഞ്ഞു, നിങ്ങളെ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടൊന്ന് ഓടാൻ പറഞ്ഞു. ഒരു 3 റൗണ്ട് ഓടാൻ പറഞ്ഞു. ഈ കുട്ടികൾ ഓടി ശ്രീകോവിലിൻ്റെ മുമ്പിൽ വരുമ്പോൾ 4 കുട്ടികളെന്നുള്ളത് 5 തോന്നുന്നതാണ്. അങ്ങനെയാണ് ഇത് വന്നത്. 5 ദേവസ്വംകാർക്ക് തോന്നുക, അല്ലെങ്കിൽ അവിടെ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുക. പിന്നെയും ഓടിച്ച് നോക്കുമ്പോഴും ശ്രീകോവിലിൻ്റെ മുമ്പിൽ വരുമ്പോൾ വീണ്ടും 5 പേരെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് സംശയമായി. അത് പരിശോധന നടത്തിയപ്പോൾ ശരിയാണ്, ഒരു കവറി കുട്ടികളെ അവിടെ നടക്കി മുമ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ വാസുവിൻ്റെ നിന്നാണ് ഇത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ ഓടിയതുപോലെ അന്നത്തെ ആ സംഭവം പോലെ ഒരു പക്ഷേ അയ്യപ്പസ്വാമിക്ക് ഓടേണ്ടി വന്നതിന് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ദ്വാരപാലക ശില്പത്തിന് പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നും ഇവിടെ നിൽക്കത്തില്ലല്ലോ. ദ്വാരപാലക ശില്പങ്ങളെ ഇളക്കിക്കൊണ്ട് പോയ നേരത്തെ എന്താണ് പറഞ്ഞത്? ഭക്തരിങ്ങനെ കൂടെ വന്ന് തൊടുകയോ സാറ്റ് കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതരിങ്ങനെ അവിടെ സ്പർശനമേറ്റ് ഇതെല്ലാം ഇളകി പോകുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ? ഈ കട്ടളപ്പാളിയിൽ അങ്ങനെ ആരും ചെല്ലുന്നില്ലല്ലോ, അല്ലെങ്കിൽ ദശാവതാരങ്ങളിൽ ആരും അങ്ങനെ ചെല്ലുന്നില്ലല്ലോ. ആരും ചെല്ലാനും തൊടാനും ഒന്നും പറ്റുന്നില്ല. ആളുകൾ അവിടെ കണ്ട് തൊഴുതു പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അപ്പോഴതാണ് ആസൂത്രിതമായ കളവാണ് നടന്നിരിക്കുന്നത്.